വിലങ്ങാട്ട് നിന്ന് എളുപ്പത്തിൽ വയനാട്ടിലേക്ക് എത്താൻ സാധ്യമാകുന്ന ചുരമില്ല പാത ഉടൻ യാഥാർത്ഥ്യമാക്കാൻ നാട്ടുകാരും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേർന്ന് ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നാദാപുരം വിലങ്ങാട് വയനാട് പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാദാപുരത്ത് ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. നാദാപുരം മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ഹഡ്കോ കമ്മിറ്റി രൂപീകരിച്ചത്. കുഞ്ഞോം മാനന്തവാടി ബാംഗ്ലൂരു ചുരമില്ല വയനാട്ടിലേക്കുള്ള പാതയ്ക്കായി 50 വർഷത്തിലേറെ കാലമായുള്ള കാത്തിരിപ്പാണ് തങ്ങളുടേതെന്ന് കമ്മിറ്റി ഭാരവാഹി ഷൗക്കത്ത് അലി എരോത്ത് പറഞ്ഞു. നമുക്ക് ട്രാഫിക് ഇല്ലാതെ പോകാം, നമുക്ക് തുരങ്കമില്ലാതെയും ചുരമില്ലാതെയും നമുക്ക് പോകുന്ന ഒരു ചെലവ് കുറവുമാണ്. കാരണം ആകെ 6 കിലോമീറ്റർ, മാക്സിമം 6-6.5 കിലോമീറ്റർ ശ്രമിച്ചാൽ അത്രേ ഉള്ളൂ. അതിൽ തന്നെ കൂപ്പുപാത എത്രയാണ് ശ്രമിച്ചാൽ 4 കിലോമീറ്റർ. ടീക്ക് പ്ലാന്റേഷൻ മുറിച്ചിട്ട് കാലങ്ങളായി. മുറിക്കുകയാണെങ്കിൽ തന്നെ ടീക്ക മുറിക്കണ്ടു, തേക്കേ മുറിക്കണ്ടു. അപ്പൊ ഇത് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങോട്ട് 2-2.5 കിലോമീറ്റർ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമടക്കം ഒരു എലിവേറ്റഡ് പാത എങ്ങനെ പറയണം? എലിവേറ്റഡ് പാത അവതരിപ്പിക്കുമ്പോൾ എലിവേറ്റഡ് പാത അവതരിപ്പിക്കുന്നത് ടൂറിസം എന്ന ചിന്തയിൽ പറയണ്ട നമ്മള്. എന്റെ അഭിപ്രായമാണ്. കാരണം പറയാം, അവിടെ നിന്ന് സെൽഫി എടുത്തും അവിടെ നിന്ന് മൃഗങ്ങളെ കാണുന്ന ഒരു പാതയായി മാറിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ആ തരത്തിൽ ഷെയ്ഡ് വെക്കണം. കാരണം അത് അവരുടെ മൃഗങ്ങൾക്ക് പ്രയാസപ്പെടുന്ന രീതിയിലല്ല ഇത് ചെയ്യുന്നത് എന്ന് നമ്മുടെ വേദികളിൽ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഡിസൈൻ അങ്ങനെ ആക്കിയിരിക്കണം. അവിടെ സെൽഫി പോലും പറ്റാത്ത തരത്തിൽ ഒരു CCTV വെച്ച് അവിടെ വണ്ടികൾക്ക് നിർത്താൻ പറ്റാത്ത സൗകര്യത്തിൽ ഒരു 6 കിലോമീറ്റർ സ്ട്രെച്ച് അങ്ങോട്ടേക്ക് മാലിന്യം വരുത്താത്ത രീതിയിൽ വലുപ്പമുള്ള ബാരിക്കേഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മറകളോ വെച്ച് ഒരു സെൽഫി പോലും സാധ്യമല്ലാത്ത രീതിയിൽ അത് കുടുക്കി നമ്മൾ ഒരു 4 വരിയോ ഇങ്ങനെയാണോ വേണ്ടത് ആ തരത്തിലൊരു പാത നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞോംകാര് തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞികൃഷ്ണ മാഷോട് ഞാൻ സംസാരിച്ചു. കുഞ്ഞബ്ദുള്ള സാഹിബും അതുപോലെ തന്നെ ഇബ്രാഹിം സാഹിബും DP ഇബ്രാഹിം സാഹിബും അവരുടെ കുര്യോസ് അച്ഛന്റെ പ്രസിഡന്റ് ആയ കാലത്ത് ഈ പാതയ്ക്ക് 30 കൊല്ലം അവർ പേരിട്ടു പഴശ്ശിരാജാമ്പായി. പലതവണ അധികാരികൾ റോഡിനു വേണ്ടിയുള്ള നടപടി ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നീക്കിയെങ്കിലും പല സാങ്കേതിക പ്രശ്നങ്ങളാലും ഇതേവരെ യാഥാർത്ഥ്യമായില്ല. ഈ കാത്തിരിപ്പിന് വിരാമമിടാനാണ് വിലങ്ങാട്ടെയും നാദാപുരത്തെയും നാട്ടുകാരും വയനാട്ടിലെ 85 വയസ്സ് പ്രായമുള്ള പൊതുപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ റോഡ് യാഥാർത്ഥ്യമാക്കാനുള്ള ജനകീയ കൂട്ടായ്മയിൽ ഒത്തുകൂടിയത്. ഈയൊരു പാത യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലേക്കുള്ള ദീർഘദൂര യാത്രയും സമയനഷ്ടവുമെല്ലാം ഒഴിവാക്കാമെന്നും എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്നതാവും ഇതെന്നും ഫാദർ വിൽസൺ മുട്ടത്തുകുന്നേൽ പറഞ്ഞു. തുരങ്കമോ ട്രാഫിക് ബ്ലോക്കോ പരിസ്ഥിതി ആഘാത പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത റോഡായിരിക്കും വിലങ്ങാട് പാനോ മുതൽ കുഞ്ഞോം വരെ നീളുന്ന 7 കിലോമീറ്റർ കാനനപാത. ചടങ്ങിൽ ഫാദർ വിൽസൺ മുട്ടത്തുകുന്നേൽ, ഔസേപ്പച്ചൻ മണിമല, ജോണി മുല്ലക്കുന്നേൽ, മെമ്പർ സെബി സെബാസ്റ്റ്യൻ, സെൽമരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.